നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. വടക്കാഞ്ചേരി നഗരസഭയിലെ തെരുവുനായി പുനരധിവാസ കേന്ദ്രം വിവാദ കോലാഹലത്തിലേക്ക്. നഗരസഭയ്ക്കെതിരെ നടത്തിപ്പ് ചുമതലയുള്ള വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ അനിമൽ ഫോർ അഡ്വക്കസി കേന്ദ്രം ആരംഭിച്ചത് മന്ത്രി എം പി രാജേഷിന്റെ പൂർണ്ണ പിന്തുണയോടെ നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും അനുമതി നൽകി. കേന്ദ്രത്തിൽ 130 നായ്ക്കളെ എത്തിച്ചതും നഗരസഭ അധികൃതരുടെ അനുമതിയോടെ വഫ പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും നിയമാനുസൃതമായി. നായകളെ പട്ടിണിക്കാട് നിന്ന് മാറ്റണമെന്ന ചെയർമാന്റെ ആവശ്യം അംഗീകരിക്കില്ല. തിങ്കളാഴ്ച നഗരസഭയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് വഫ മാനേജിംഗ് ഡയറക്ടർ വിവേക് കെ വിശ്വനാഥ് വീണ ന്യൂസിനോട്. അധ്യാപകരിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റി ജോലി നൽകാതെ തട്ടിപ്പ്. കയ്പമംഗലത്ത് സ്കൂൾ മാനേജർ അറസ്റ്റിൽ. കുരിക്കുഴി AMUP സ്കൂൾ മാനേജർ പ്രവീൺ വാഴൂർ. മണ്ണിത്തറ ജനകീയ വിദ്യാലയത്തിന്റെയും മാനേജർ. 7 അധ്യാപകരിൽ നിന്ന് തട്ടിയെടുത്തത് കോടികൾ. യോഗ സംഗീത ദിനത്തിൽ നാടെങ്ങും പരിപാടികൾ. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗീതവും യോഗയും ഇടകലർന്ന ഫ്യൂഷൻ. ശ്രദ്ധേയമായി പുള്ളുവൻ പാട്ട. ആര്യമ്പാടം സർവോദയം സ്കൂളിൽ സംഗീത സാന്ദ്രമായി സായാഹ്നം. യോഗാ ദിനത്തിൽ 5 ലക്ഷം പേർക്ക് സൗജന്യ പരിശീലനം നൽകി ഹാബിൽഡ. ലോക റെക്കോർഡിൽ കണ്ണിയായി വടക്കാഞ്ചേരി മേഖലയിൽ നിന്നുള്ളവരും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ അടക്കമുള്ളവർക്ക് സർട്ടിഫിക്കറ്റ്. ട്രോളിംഗ് നിരോധന നിയമലംഘനം. അനധികൃത മത്സ്യബന്ധനം നടത്തിയ തമിഴ്നാട് രജിസ്ട്രേഷൻ യാനം പിടിച്ചെടുത്ത ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിലാണ് നടപടി. കന്യാകുമാരി കുളച്ചൽ സ്വദേശി സഹായ ലിബിന്റെ ലിറജോ ഫൈബർ വഞ്ചിയാണ് പിടികൂടിയത്. സ്രാങ്കിന് നിയമാനുസൃതം ലൈസൻസ് ഇല്ലാത്തതിനും കേസ്. മാവിൽ നിന്നുള്ള വീഴ്ചയിൽ കമ്പ് കുത്തിക്കയറി മലദ്വാരം തകർന്ന 8 വയസ്സുകാരന് ജീവൻ രക്ഷയൊരുക്കി മുളകുന്നത്തുകാവ മെഡിക്കൽ കോളേജ് അധികൃതർ. ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത് 2 മേജർ ശസ്ത്രക്രിയകളിലൂടെ. അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ വിജയിച്ചതോടെ ചാവക്കാട് സ്വദേശി പൂർണ്ണ ആരോഗ്യവാൻ. ഡോക്ടർമാരുടെ മികവിന് കൈയടിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. താന്യം പെരിങ്ങോട്ടുകരയിൽ പോലീസ് എന്ന വ്യാജേന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി 3 അംഗ സംഘം. മണിക്കൂറുകൾക്കുള്ളിൽ തട്ടിപ്പ് സംഘത്തെ അറസ്റ്റ് ചെയ്ത് അന്വേഷണ മികവൊരുക്കി പോലീസ്. എറണാകുളം സ്വദേശികളാണ് പിടിയിലായത്. റെന്റ് കാർ പദ്ധതിയുമായി ഉണ്ടായ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്ന് പോലീസ്. നിയന്ത്രണ ചരടെല്ലാം പൊട്ടി. കുതിച്ചുയർന്ന സംസ്ഥാനത്ത് പച്ചക്കറി വില. മത്സ്യമാംസ വിലക്കുതിപ്പിന്റെ രൂക്ഷതയിൽ കഴിയുന്ന ജനത്തിന് ഇരുട്ടടി. തക്കാളി വില 100 പിന്നിട്ട് കുതിക്കുന്നു. മറ്റെല്ലാത്തിനും തീ വില തന്നെ. എന്ത് ഭക്ഷിക്കുമെന്നറിയാതെ ജനം. സംസ്ഥാനത്ത് ടെക്സ്റ്റൈൽസ് മേഖല പരിപൂർണ സ്തംഭനത്തിലേക്കെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേത് തൊഴിലാളി വിരുദ്ധ നയങ്ങളെന്നും ആരോപണം. മികച്ച ടെക്സ്റ്റൈൽസ് ജീവനക്കാരനുള്ള പുരസ്കാരം P വത്സരാജന് സമർപ്പിച്ചു. വേനൽ രൂക്ഷതയിൽ സംസ്ഥാനത്ത് 46,587 ഹെക്ടർ സ്ഥലത്ത് കാർഷിക നാശം. കർഷകർക്ക് സംഭവിച്ചത് 257.12 കോടി രൂപയുടെ നാശനഷ്ടം. തൃശൂർ ഉൾപ്പെടെ എല്ലാ ജില്ലയിലും തിരിച്ചടിയായത് വരൾച്ചയും ഉഷ്ണതരംഗവും. കാർഷിക നാശത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി P പ്രസാദ്. കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട വിളനഷ്ടങ്ങളുടെ പട്ടികയിൽ 27 വിളകൾ കൂടി ഉൾപ്പെടുത്തും. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ വീണ്ടും ഭീതി പടർത്തി കബാലി. ആംബുലൻസ് തടഞ്ഞിട്ട് കൊമ്പൻ. ആനയെ കണ്ട് ഭയന്നോടി കുഴിയിൽ വീണ ആളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തിരിച്ചുവരുന്ന ആംബുലൻസിന് മുന്നിലാണ് കൊമ്പൻ നിലകൊണ്ടത്. ആംബുലൻസ് വഴിയിൽ കുടുങ്ങിയത് അരമണിക്കൂറോളം. യാത്രികർ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ്.